ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. وصلي وسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയഗ്ഫറുല്ലാഹു അസ്സ വജല്ല ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ. അന്ന് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നതിന്റെ ആശയം, ധാരാളം ആളുകൾക്ക് അന്ന് മഗ്ഫിറത്ത് കിട്ടും, പാപമോചനം കിട്ടും, നരകമോചനം കിട്ടും. ഒരുപാട് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ വിഷയത്തിൽ അവർക്ക് കരുത്തു നൽകും, പിശാചിന്റെ കെടുതിയിൽ നിന്ന് അവർക്ക് രക്ഷ നൽകും. അതുപോലെയുള്ള സവിശേഷതകളാണ് അതിന്റെ വിശദീകരണം. അന്നേ ദിവസം മറ്റൊരു റിവായത്തിൽ കാണാം, യുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാ അടിമകൾക്കും, ശിർക്ക് ചെയ്യാത്ത എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെറു പാപങ്ങൾ പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ റജുലാൻ, രണ്ട് മനുഷ്യന്മാർ ഒഴികെ, രണ്ട് വ്യക്തികൾക്ക് അന്ന് പാപപൊറുക്കൽ കിട്ടുകയില്ല, അന്ന് മഗ്ഫിറത്ത് കിട്ടുകയില്ല. ആ രണ്ട് വ്യക്തികളെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, കാന ബൈനഹു വ ബൈന അഖീഹി ശഹ്ന. ആ രണ്ട് വ്യക്തികൾക്കിടയിലും ഒരു പിണക്കമുണ്ട്. വിശ്വാസികളായ, തൗഹീദ് ഉൾക്കൊണ്ട, സുന്നത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന രണ്ട് വിശ്വാസികൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം പാപമോചനം നൽകുകയില്ല. അവരുടെ ഏടുകൾ മലക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ട് സമർപ്പിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, അൻദിറു ഹാദൈൻ അൻദിറു ഹാദൈൻ അൻദിറു ഹാദൈൻ. 3 തവണയാണ് റസൂലുള്ളാഹി തങ്ങൾ എടുത്തു പറഞ്ഞത്. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരാണല്ലോ, വെയിറ്റിംഗ് ലിസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താ വെയിറ്റിംഗ് ലിസ്റ്റ്? പിന്നീട് ഒഴിവുണ്ടെങ്കിൽ കിട്ടും. അതുപോലെ അൻദിറു ഹാദൈൻ, അവരുടെ ഏടുകൾ, അവരുടെ കർമ്മങ്ങൾ അത് വെയിറ്റിംഗ് ലിസ്റ്റിൽ വെക്കൂ. ഹത്താ യസ്തലിഹ, അവര് പിണക്കം അവസാനിപ്പിച്ച് അവർ ഇണങ്ങട്ടെ. ഇത് റമദാൻ അല്ലാത്തപ്പോഴുള്ള കാര്യമാണ്. അപ്പൊ റമദാനിൽ അതിന്റെ ഗൗരവം ഏറെയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സദഖകളെല്ലാം തന്നെ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികൾക്കിടയിലുള്ള ദുനിയവിയായ പിണക്കങ്ങൾ നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഹില്ലു ലിറജുലിൻ അയഹ്ജുറ അഖാഹു ഫൗക 3 ലയാലിൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിക്ക് അവന്റെ സഹോദരനുമായി കൊണ്ട് 3 രാത്രിക്കപ്പുറത്ത് പിണങ്ങി നിൽക്കുവാൻ അനുവാദമില്ല. അപ്പൊ എന്താ ഈ 3 രാത്രിയുടെ കണക്ക്? പണ്ഡിതന്മാർ വിശദീകരിച്ചു, മനുഷ്യനാണ്, അവന്റെ മനസ്സ് സ്വാഭാവികമായും ഒരു പ്രശ്നമുണ്ടായാൽ, ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ അതൊന്ന് ഇണങ്ങുവാനുള്ള സമയപരിധിയാണ് 3 രാത്രി. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിക്ക് അവന്റെ സഹോദരനുമായി കൊണ്ട് പിണങ്ങി നിൽക്കുവാൻ അനുവാദമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിണക്കങ്ങൾ അവസാനിപ്പിക്കാൻ ഇനിയും നമുക്ക് സമയമായിട്ടില്ല എങ്കിൽ, നമ്മുടെ വാശിയും നമ്മുടെ വൈരാഗ്യവും എപ്പോഴോ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ നമ്മോട് എന്തോ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോഴും നമ്മൾ തെറ്റിപ്പേറി നിൽക്കുന്നുണ്ട് എങ്കിൽ അങ്ങോട്ട് പോയി സലാം പറയാൻ. ആ ഹദീസിന്റെ ബാക്കി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം. ആ പിരിഞ്ഞു നിൽക്കുന്ന ആളുകളിൽ ഏറ്റവും ഖൈറായവൻ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നവരാണ്. ആളുകൾ നമ്മളെ കളിയാക്കും, ആളുകൾ പരിഹസിക്കും, ഒക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷേ ആദ്യം സലാം കൊണ്ട് തുടങ്ങിയാൽ എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഇല്ലാ റഫഅഹുല്ലാഹു ഇസ്സ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓതിയല്ലോ, തുഇസ്സു മൻ തശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ഇസ്സത്ത് നൽകുമെന്നാണ്. വതുദില്ലു മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഇകഴ്ത്തി കളയുകയും ചെയ്യും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ട്, അവന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് പിണക്കങ്ങൾ അവസാനിപ്പിക്കുന്ന, വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് ഇല്ലാ റഫഅഹുല്ലാഹു ഇസ്സ, അള്ളാഹു അവന്റെ ഇസ്സത്ത് ഉയർത്തുമെന്നാണ്. വാനോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്സത്തിനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട്
പിണക്കങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ സിൽ മൻ ഖതഅക്, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് നീ അങ്ങോട്ട് ബന്ധം ചേർക്കണമെന്ന് ഉഖബത്ത് ബിൻ ആമിറിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ അങ്ങോട്ട് ബന്ധങ്ങൾ ചേർക്കുവാൻ, പിണക്കങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമല്ലോ എന്ന ഒരു ആഗ്രഹത്തോടു കൂടി നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ട് ഈ റമദാനിൽ മുന്നേറുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ വന്നുപോയ പിണക്കങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ച് നല്ല മനസ്സോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ഡിതന്മാർ അതും എടുത്ത് പറയുന്നുണ്ട്, പിണക്കം അവസാനിപ്പിക്കേണ്ടത് ആളുകൾ കാണാനും കേൾക്കാനും വേണ്ടിയിട്ടല്ല, എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഇതിന് പ്രതികാരം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഒന്ന് ചിരിച്ചു നടക്കാനല്ല, മറിച്ച് റബ്ബിന്റെ ആ ഒരു വജഹ് ഉദ്ദേശിച്ച് അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുവാനും പിണക്കം അവസാനിപ്പിക്കുവാനും ഞാൻ നിനക്ക് മാപ്പ് നൽകിയെന്ന് പറയുന്ന സമയത്ത്, അതൊക്കെ നമുക്ക് മറക്കാമെട എന്ന് പറയുന്ന സമയത്ത് അത് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.